ക്രിസ്ത്യാനികളുടെ ഏറ്റവും വലിയ പ്രശ്നം ചന്തിയുടെ പ്രശ്നമാണ്. ചന്തി പ്രശ്നം. ഇത്രയും കാലം അവർ ജനങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടുള്ള കുർബാന നടത്തിയിരുന്നു. ചിലയിടത്ത് കിഴക്കോട്ട് തിരിഞ്ഞുകൊണ്ടുള്ള കുർബാന നടത്തിയിരുന്നു. ഈ കിഴക്കോട്ട് തിരിഞ്ഞുകൊണ്ടുള്ള കുർബാനയ്ക്കൊക്കെ വലിയ രഹസ്യങ്ങളുണ്ട് കേട്ടോ. യേശു ക്രിസ്തുവിനെ ഇവരാരാധിക്കുന്നത് തന്നെ മുത്തം തെറ്റ്. ഇവർ തന്നെ പറഞ്ഞിട്ട് യേശു ദൈവപുത്രനാണെന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ ഭാര്യ ആരാണെന്ന് എനിക്കറിയില്ല കേട്ടോ. യഹോവ എന്നുള്ള കൺസെപ്റ്റിനെ അവർ പുതച്ചു മൂടി, അതിനെ പുതപ്പിട്ട് മൂടി. അതിന് പുറത്തേക്ക് വരില്ല. കുട്ടനാട് ഒരിക്കലും ഒരു അച്ഛൻ ഈ ദുഃഖവെള്ളിയാഴ്ചയിലോ മറ്റോ മഞ്ഞ് കിടക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ഇതും കൊണ്ടിട്ട് ഒരു എഴുന്നള്ളിപ്പ് പരിപാടി ഉണ്ടല്ലോ, പാട്ടും പാടിയിട്ട് കയ്യിൽ മണിങ്ങണയോ എന്നൊക്കെയും പാടിയിട്ട് സാമയമാൻ രഥത്തിൽ ഞാൻ എന്നൊക്കെയും പറഞ്ഞുള്ള പാട്ടൊക്കെയും പാടി വഴി കൂടെ ഈ ഇതിങ്ങനെ യേശു ഇങ്ങനെ കിടക്കുക. ഏതെങ്കിലും ദൈവത്തെ അങ്ങനെ കാണിക്കുമോ? ദൈവത്തേക്ക് കാണിക്കുമ്പോൾ നല്ല ശൂരതയോട് കാണിക്കണ്ടേ? ഇത് ഇങ്ങനെ കിടക്കുന്ന ദൈവത്തെയും കൊണ്ട്, ചത്ത് കിടക്കുന്ന ദൈവത്തെയും കൊണ്ടിട്ട്. ഇപ്പോൾ ഏതോ പള്ളിയിലച്ഛൻ പറഞ്ഞു ഇത് നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല, നമ്മുടെ ദൈവം യഹോവയാണ്, അല്ലെങ്കിൽ തൃത്വഭാവന എന്തൊക്കെയുണ്ട് അതൊക്കെയാണ്, അല്ലാണ്ട് കർത്താവ് യേശു ക്രിസ്തു ഒന്നും അല്ല നമ്മുടെ അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കിഴക്കോട്ട് തിരിഞ്ഞിട്ടുള്ള ഇവരുടെ പ്രാർത്ഥന അത് ജനാഭിമുഖവുമല്ല, ചന്തി കാണിക്കലുമല്ല, സൂര്യാരാധനയാണ്. ഈ കുരിശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ കുരിശാരാധന ശരിക്കും പറഞ്ഞാൽ സാത്വിക ചിഹ്നത്തിൻ്റെ, സ്വസ്തിക ചിഹ്നം, അതിൻ്റെ ആരാധനയാണ്. ആയതുകൊണ്ട് തന്നെ ചില പള്ളികളുടെ കുരിശ്, അതിൽ ആ കുരിശ് ഇത് ഇങ്ങനെ മാത്രമല്ല കാണുക, കുരിശ് ഇങ്ങനെ മാത്രമല്ല കാണുക, കുരിശ് അതിനോടൊപ്പം ഇങ്ങനെ കാണാം. ഇങ്ങനെയും കാണാം. ചില കുരിശുകൾ നിങ്ങൾ നോക്കിക്കോളൂ. ഇത് വാസ്തവത്തിൽ ഒരു കേന്ദ്രത്തിൽ നിന്ന് പോകുന്ന രശ്മികളെ അനുസ്മരിപ്പിച്ചുകൊണ്ട് സൂര്യാരാധകന്മാരായിരുന്നു. റോമക്കാരങ്ങനെയായിരുന്നു, കോൺസ്റ്റന്റിൻ അങ്ങനെയായിരുന്നു. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ കുരിശാരാധന നടത്തുന്നത്. അല്ലാതെ ഇയാളെ കൊണ്ട് കുരിശിനടിച്ചതിൻ്റെ പേരിലല്ല നടത്തുന്നത്. യേശു ക്രിസ്തു 25-ാം തീയതി ജനിച്ചു, അല്ല യേശു ക്രിസ്തു ജനിച്ച സമയം കണക്കൂട്ടിയിട്ട് യേശു ക്രിസ്തു ജനിച്ചതും യേശുദാസ് അല്ല കേട്ടോ. യേശു ക്രിസ്തു ജനിച്ചതും മരിച്ചതിൻ്റെ കണക്കൊന്നുമില്ല ഇവിടെ. പലരും ആ വഴിക്കും ഈ വഴിക്കൊക്കെയാണ് പറയുന്നത്. അങ്ങനെ കണക്കൊന്നുമില്ല അവിടെ, കണക്കൊന്നുമില്ല. ആ കണക്ക് വെച്ചിട്ടുള്ളതും സൂര്യദേവൻ്റെ പിറന്നാൾ ദിനം എന്നുള്ള രീതിയിലാണ്, ഡിസംബർ 25-ാം തീയതി. അത് റോമക്കാർ ആരാധിച്ചിരുന്നതാണ്, കോൺസ്റ്റന്റിൻ ചക്രവർത്തി ആരാധിച്ചിരുന്നതാണ്. അത് അതുപോലെ കടലെടുക്കുകയാണ് ചെയ്തത്. ഇതുപോലെ തന്നെ പുൽക്കൂട്ടിൽ പ്രസവം, ഇവിടെ കൃഷ്ണൻ പുൽക്കൂട്ടിൽ പ്രസവം. കൃഷ്ണൻ ഇടയനായിരുന്നു, ക്രിസ്തുവും ഇടയനാണ്. ഏതാ ആദ്യം ഉണ്ടായത്? ക്രിസ്തുവാണ് ആദ്യം ഉണ്ടായതല്ലേ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ആരും വിശ്വസിക്കില്ല. കൃഷ്ണസങ്കല്പമാണ്. കൃഷ്ണൻ കാരാഗൃഹത്തിൽ തടവിൽ അല്ലെങ്കിൽ രാജാക്കന്മാരുടെ കീഴിൽ ഗതികെട്ട് താമസിച്ചിരുന്ന സമയത്താണ് കൃഷ്ണൻ ഉണ്ടായത്. അവിടെയും അതുപോലെ തന്നെ ഗതികെട്ട് നാട് വിടുന്ന സമയത്താണ് ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ് ഗർഭിണിയായിട്ടുള്ള മറിയത്തെ. അങ്ങനെയാണ് വഴിക്ക് വെച്ച് പ്രസവിക്കുന്നത്. ഇവിടെയും അതുപോലെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ജയിലിൽ എടുക്കുമ്പോഴാണ് പ്രസവിച്ചത്. എന്നിട്ട് രഹസ്യമായിട്ട് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാണ് ഉണ്ടായത്. അവിടെ ക്രിസ്തു വരും, ഇവിടെ കൃഷ്ണൻ എന്നുള്ള പേര്. അവിടെ ക്രിസ്തു പിറന്ന സമയത്ത് ആദ്യജാതന്മാരെ മുഴുവൻ കൊല്ലാൻ വേണ്ടിയിട്ട് ഹെറോദോസ് ഉത്തരവിട്ടു, ഇവിടെ കംസൻ ഉത്തരവിട്ടു. ഇതെല്ലാം തന്നെ ഒരു ചേർച്ച നമുക്ക് അനുഭവപ്പെടുന്നില്ലേ? അപ്പോൾ അവിടെ നിന്ന് കുറച്ച് കടമെടുത്ത്, ഇവിടുന്ന് കുറച്ച് കടമെടുത്ത്, ഇവിടുന്ന് കുറച്ച് കടമെടുത്ത്, അവിടെ നിന്ന് കുറച്ച് കടമെടുത്ത് കോൺസ്റ്റന്റിൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിലാണ് ഈ ഒരു കഥ കെട്ടിച്ചമച്ചത്, ബാലരമ കഥ.
ഇവരിപ്പോൾ ക്രിസ്ത്യാനികൾ കൊണ്ടു നടക്കുന്ന കഥ. യേശുക്രിസ്തു ജനിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അദ്ദേഹത്തെ കുരിശിലടിച്ചു അങ്ങനെയുള്ള കഥകൾ ജനങ്ങൾക്ക് ഇങ്ങനെ ഒരു നല്ലൊരു ട്രാജഡി സിനിമ പോലെ അവതരിപ്പിച്ചു വെച്ചത് അവരാണ്. ഇപ്പോൾ ഈ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയും ആൾക്കാരും കൂടിയിട്ടാണ് ഇവരിപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കുറേ മാമ്പൊടികളും ചേർത്തിട്ട് ഇവരെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അർത്ഥം. യഥാർത്ഥത്തിലുള്ള യഹോവ എന്നുള്ള കോൺസെപ്റ്റിനെ അവർ തേച്ച് മാച്ച് കളഞ്ഞു. അപ്പോൾ ഈ കിഴക്കോട്ട് തിരിഞ്ഞിട്ടുള്ള പ്രാർത്ഥന അത് റോമക്കാരിൽ നിന്ന് കടം കൊണ്ടതാണ്, അല്ലെ അവരാണ് അടിച്ചേൽപ്പിച്ചത്. വാസ്തവത്തിൽ സൂര്യാരാധനയുടെ ഭാഗമാക്കിയിട്ട് യേശു ആരാധന അതിനെ മാറ്റുകയാണ് ചെയ്തത്. അതാണ് അതിൻ്റെ സത്യം. അങ്ങനെ ഉണ്ടായത്. പറഞ്ഞു വരുന്നത്, ഒരു ആരാധനാ സമ്പ്രദായം മുസ്ലിങ്ങളുടെ കാര്യം നോക്കുക. 1400 വർഷം മുമ്പ് ഈ ആരാധനാ സമ്പ്രദായം മെമ്പറും അവിടെ നിൽക്കലും അതെങ്ങനെ വേണം, അതുപോലെ തന്നെ വാങ്ക് വിളിക്കുന്ന ബെല്ലടിച്ചിട്ട് വേണോ, ബ്യൂഗിൾ വിളിച്ചിട്ട് വേണോ, പാട്ട കൊട്ടിയിട്ട് വേണോ, അതോ ഇന്ന് കാണിക്കുന്ന പോലെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേണോ, അതന്ന് തീരുമാനിച്ച് വെച്ച് അതേപോലെ ഇന്നും തുടരുകയാണ്. ചില സാഹചര്യങ്ങളുടെ വ്യത്യാസം കൊണ്ട്, സമയത്തിൻ്റെ വ്യത്യാസം ചിലപ്പോൾ വരാം. കാരണം ഇപ്പോൾ നോർവേയിലൊക്കെ ആണെങ്കിൽ കാലത്ത് ചിലപ്പോൾ എഴുന്നേൽക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അവിടേക്കും ചിലപ്പോൾ വ്യത്യാസങ്ങൾ വരുത്തിയെന്ന് വരാം. എന്താണ് അതിൻ്റെ കാര്യങ്ങൾ എനിക്കറിയില്ല. ഇപ്പോൾ നമ്മൾ കൊറോണ വന്ന സമയത്ത് പറഞ്ഞില്ല, ജുമാ നമസ്കാരം കൂടിച്ചേർന്ന് അതിൻ്റെ ആവശ്യമില്ല, സാധിക്കില്ല. അപ്പം അങ്ങനെ കാലത്തിനും ദേശത്തിനും അനുസരിച്ച് അല്പസ്വല്പം വ്യത്യാസങ്ങൾ, പക്ഷെ അടിസ്ഥാനപരമായിട്ടുള്ള യാതൊരു വ്യത്യാസങ്ങളും വരുത്തി വെച്ചിട്ടില്ല. പക്ഷേ ഇവർ റോമിലിരിക്കുന്ന പോപ്പച്ചൻ, അപ്പച്ചനല്ല പോപ്പച്ചൻ, പലതരം അച്ഛന്മാരുണ്ടല്ലോ, മറ്റേ ആർച്ച് ബിഷപ്പച്ചൻ എന്നൊക്കെയും പറയുന്ന പോലെ മെത്രാനച്ചൻ, പിന്നെ പിതാവ് വേറെയാണ് കേട്ടോ, അച്ഛനല്ല പിതാവ്, പിതാവല്ല അച്ഛൻ. ഇത് പോപ്പച്ചൻ അവിടെ ഇരിക്കുന്നത്, നമ്മളുടെ ഇറ്റലിയിലിരിക്കുന്നത്. അയാൾക്ക് തോന്നുന്നു നമുക്ക് ചന്തി കാണിച്ചിട്ടാക്കാം. ചിലർ പറയും അത് കണ്ട് ഇങ്ങനെ ആക്കാം, ചിലർ പറയും കിഴക്കോട്ട് തിരിഞ്ഞിട്ടാക്കാം, ചിലർ പറയും വടക്കോട്ട് തിരിഞ്ഞിട്ടാക്കാം, തെക്കോട്ട് തിരിഞ്ഞിട്ടാക്കാം, വടക്കോട്ട് തിരിഞ്ഞിട്ടാക്കാം. എല്ലാം കൂടി വെടക്കായി ഇപ്പോൾ. അതാണ് ഏറ്റവും വലിയ രസം. ഇപ്പോൾ ഇവിടെ അങ്കമാലി എറണാകുളം രൂപതക്കാർ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വരുന്ന ഭക്തന്മാർക്കും ചന്തി കാണിച്ചിട്ട് ഈ ഞാനൊരു കാര്യം പറയുമ്പോൾ ദയവ് ഇത് എൻ്റെ കുറ്റം പറയുന്നത്, ഞാൻ എൻ്റെ അഭിപ്രായം തുറന്നു പറയാണ്, ഈ ആണുങ്ങളുടെ ചന്തി കാണാൻ വലിയ രസമൊന്നുമില്ല. ഒരിക്കൽ നമ്മുടെ എം കൃഷ്ണനായർ, പണ്ടത്തെ വാരഫലം കൃഷ്ണനായർ പറഞ്ഞു, അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു. അപ്പം അങ്ങനെ പറഞ്ഞ കാര്യം, ദേവി ഇത് സ്വാമി അസഭ്യം പറഞ്ഞത്, സ്ത്രീകൾ വളിയിടുന്നത് കേട്ട് കഴിഞ്ഞാൽ അതോടുകൂടി അദ്ദേഹം ഒരു മാസം അത് ആലോചിച്ച് ആഹാരം കഴിക്കാതിരിക്കുന്നു പറയുകയാണ്. ആഹാരം കഴിക്കുമ്പോൾ ഓർമ്മ വരും. രണ്ടാമത്, ചന്തിയില്ലാത്ത പുരുഷൻ പാൻറ്റിട്ട് നടക്കുന്നത് കാണുമ്പോഴും ഇതേ ആകൃതം തോന്നുന്നു പറയാണ്. ചന്തിയില്ലാത്ത പുരുഷൻ പാൻറ്റിട്ട് നടക്കുക ഭയങ്കര വൃത്തികേടാണ്. എൻ്റെ അഭിപ്രായമല്ല കേട്ടോ, എനിക്കത് തോന്നിയിട്ടുണ്ട്. അതെന്ന് നോക്കട്ടെ. അപ്പോൾ ഇവിടുത്തെ അച്ഛന്മാർ അടിയിൽ മറ്റേ നമ്മുടെ വടിവേലു കോളേജിൽ പോവുക, വടിവേലു കോളേജിൽ പഠിക്കാൻ പോവുക, സിനിമയുടെ വടിവേലു ഞാൻ സിനിമയിൽ കഥാപാത്രം. അയാൾ പഠിക്കാൻ പോകുമ്പോൾ നല്ല ചന്തികളയാളുടെ. അപ്പം അന്ന് പോലീസുകാർക്കൊരു ഇത് കിട്ടിയിട്ടുണ്ട്, ഇവിടെ ബോംബ് വയ്ക്കാനുള്ള സാധ്യതയുണ്ട് ആരോ. അപ്പം എല്ലാവരും പരിശോധിക്കുക. അങ്ങനെ വടിവേലിനെ പരിശോധിച്ചു. അയാൾക്കൊരു പ്രത്യേകത എന്താ, ചന്തിയുടെ ഭാഗം നന്നായിട്ട് വലുതായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അയാളത് ഊരാൻ പറഞ്ഞു. അയാൾ എന്ത് ചെയ്തിട്ട് ഊരില്ല. അവസാനം ഇവർക്ക് സംശയമായി, ബോംബറ്റ വെച്ചിട്ടുണ്ടാവുമോ ചന്തിയുടെ ഭാഗത്ത്, സംശയം ഇതായി. ഇയാൾ എന്തായാലും സമ്മതിക്കില്ല ഊരാൻ. ഊരിയപ്പോൾ എന്താ, 2 ചാക്ക് അവിടെ കൊണ്ടുവച്ചിരിക്കുന്നു ചന്തിയുടെ അവിടെ. കാര്യം ചന്തിയില്ല. അപ്പോൾ പാൻറ്റിട്ട് അവിടെ ചെല്ലുന്ന സമയത്ത് പെൺകുട്ടികളൊക്കെ ഇത് കാണുമ്പോൾ ചിരിക്കില്ലേ, അയ്യേന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 2 ചാക്കും കെട്ട് അവിടെ വെച്ചിരിക്കുക എന്ന് പറഞ്ഞ പോലെ അച്ഛന്മാർ ചാക്കും കെട്ട് വെച്ചിട്ടുണ്ട്. ഈ ചന്തി ഇല്ലാത്ത അച്ഛന്മാരാണെങ്കിൽ ലോഹ ഇടുമ്പോൾ ചന്തിയുടെ വലിപ്പം കാണാൻ പറ്റില്ലല്ലോ. അങ്ങനെ എല്ലാ അച്ഛന്മാരെയും കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരേപോലത്തെ സ്വരൂപമാണ്. കാരണം ശരീരമൊന്നും കാണില്ല. എങ്ങനെയാണ്, എല്ലും കോലുമാണോ കുടന്ത വയറെണ്ണാണോ ഒന്നും അറിയില്ലല്ലോ. അപ്പം അങ്ങനെ പല അച്ഛന്മാരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചന്തി കാണിച്ചിട്ടുള്ള പരിപാടി
മോശമാണെന്ന് കുറേ അച്ഛന്മാരങ്ങോട്ട് വിധിച്ചു. വേറെ കുറേ അച്ഛന്മാർക്ക് ജനങ്ങളുടെ മുമ്പിലേക്ക് തിരിഞ്ഞു നിൽക്കാൻ മടി. കാരണം ഈ 10 കൽപ്പനകൾ അനുബന്ധിച്ചുള്ള വിഷയങ്ങളല്ലേ പറയുന്നത്. അന്യൻ്റെ പെണ്ണിനെ ആഗ്രഹിക്കരുത്. ആരാ പറഞ്ഞത്? ഫ്രാങ്കോ. ആരുടെ എവിടെ നോക്കിയിട്ട് പറഞ്ഞത്? ജനങ്ങളെ നോക്കിയിട്ട്. നടക്കുമോ? നടക്കില്ല. അപ്പോൾ ഫ്രാങ്കോ കൂട്ടിന് പറയും നമുക്ക് ചന്തി കാണിച്ചിട്ട് മതിയെന്ന്. അപ്പോൾ പിന്നെ ആരും എന്തെങ്കിലും പറഞ്ഞാൽ അറിയില്ലല്ലോ. അല്ലെങ്കിൽ പെണ്ണുങ്ങൾ വായുപോത്തി ചിരിക്കില്ലേ. ഇയാൾ പലതാരങ്ങളെ കന്യാസികളെ വരെ കയറി പിടിച്ചിട്ടുള്ളതാണ്. എന്നിട്ടാണ് പിന്നെ അയാളിത് പറയുന്നത്. അന്യൻ്റെ മുതൽ ആഗ്രഹിക്കരുത് ആമേൻ എന്ന് ബ്രോക്കർ ആലഞ്ചേരി പിതാവ് പറഞ്ഞാൽ ആൾക്കാർ ചിരിക്കില്ലേ. അപ്പം അയാളും പറഞ്ഞത് ചന്തി കാണിച്ചിട്ടുള്ള പരിപാടി മതി. ചന്തി കാണിക്കുമ്പോൾ ഇയാൾക്കൊരു ദോഷമില്ലല്ലോ. നാട്ടുകാരെന്തുവേണി പറഞ്ഞോട്ടെ. അങ്ങനെ ചന്തി കാണിക്കണോ, ചന്തി അല്ലാത്ത ഭാഗം കാണിക്കണോ, ഇടതുവശം കാണിക്കണോ, വലതുവശം കാണിക്കണോ, തെക്കോട്ട് തിരിക്കണോ, വടക്കോട്ട് തിരിക്കണോ, ആകെ മൊത്തം ടോട്ടലായിട്ട് വെട്ടക്കാക്കി മാറ്റി എന്ന് പറഞ്ഞാൽ പോരെ. ഇപ്പം ക്രിസ്ത്യൻ സഭയിലെ പ്രധാന ചർച്ചാ വിഷയം ചന്തിയാണ്. അച്ഛൻ്റെ ചന്തി നല്ല വിഷയമല്ലേ വാസ്തവത്തിൽ. അച്ഛൻ്റെ ചന്തി. ഇപ്പം ചോദ്യം ഇതാണ്, കുർബാനയ്ക്ക് ചന്തി വേണോ? ഇതാണ് ചോദ്യം. അത് മുൻഭാഗം കാണിക്കണോ എന്ന് ചോദ്യം. ചന്തി വേണോ മുൻഭാഗം കാണിക്കണോ? ആ കാര്യത്തിൽ ഹിന്ദുവിനിക്ക് സമ്മതിക്കണം. അങ്ങനെ ശ്രീകോവിലിൽ കയറിയിട്ട് അദ്ദേഹം ഒരു തോർത്തുകൊണ്ട് മാത്രമേ ഉള്ളൂ, കൗബീനവും തോർത്തുമുണ്ടും. വേറെ അലങ്കാരങ്ങളൊന്നും ഉണ്ടാവില്ല. അച്ഛന്മാർ കാണിക്കുന്ന പോലെ തൊപ്പി വെച്ച് കിരീട പാളത്തൊപ്പി, ഊറുമ്പൻ തൊപ്പി, ആടയാഭരണങ്ങൾ ജൂലിയസ് സീസർ വരുന്ന പോലെ. കർത്താവായ യേശു ക്രിസ്തു ഒന്നുമില്ലു എന്ന് പറഞ്ഞ് കെടുക്കും. ഇയാളാണെന്ന് റോമൻ ചക്രവർത്തിയുടെ പോലെ വന്നിട്ടാണ് ഇയാളുടെ ആരാധന. എത്ര വൃത്തികിടന്ന് ആലോചിച്ച് നോക്കൂ. അമ്പലത്തിൽ പോയി നോക്ക്, അല്ലെങ്കിൽ ഉസ്താദിനെ നോക്ക്. അങ്ങനെ തൊപ്പി എന്തെങ്കിലും കിരീടം വെച്ചിട്ടാണോ വരണേ? കേരളത്തിൻ്റെ നാടൻ സമ്പ്രദായത്തിൽ തലയെക്കെട്ട് കിട്ടിയിട്ടാണ് വരണത്. അത്ര മാത്രമേ ഉള്ളൂ. ഇവരാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ശ്രീകോവിലിനകത്ത് കയറി കഴിഞ്ഞാൽ ഒരു തോർത്തുമുണ്ട്, അതിനെന്തൊരു കരിയൊന്നും ആ തോർത്തുമുണ്ടിനകത്ത് തേക്കിയ പാവം. നമുക്കവിടെ ചെല്ലുമ്പോൾ കാണാൻ പറ്റുന്നത് നമ്പൂരിയുടെ ചന്തിയോ അല്ല, നമ്പൂരിയുടെ ലിംഗമോ അല്ല. മുൻഭാഗത്ത് കാണുന്ന ലിംഗമല്ലേ, പച്ചത്തറിയൊന്നുമല്ല അത്. സത്യം ഞാൻ ഈ പറയുന്നത്. അദ്ദേഹം ഒരു ഭാഗത്ത് തിരിഞ്ഞിരിക്കും, ഒരു ഭാഗത്ത് മാറി നിന്നിട്ടാണ് അദ്ദേഹം പൂജിക്കുന്നത്. നമ്മൾ കാണുന്നത് വിഗ്രഹത്തെയാണ്. വിഗ്രഹത്തുമ്പോൾ പൂവ് ഒന്ന് വീഴുന്നത് നമ്മൾ കാണുന്നത്. എത്ര മനോഹരമായിട്ടുള്ള ചടങ്ങാണ്. അച്ഛന്മാർക്കൊക്കെ അത് ചെയ്തൂടെ? ഞങ്ങളുടെ മുൻഭാഗം തുറന്ന് കാണിക്കണോ, ചന്തി വിടർത്തി കാണിക്കണോ? ഇതിനെക്കുറിച്ചുള്ള സംസാരം, ഇതിനെക്കുറിച്ചുള്ള ഡിബേറ്റ്, ഇതിനെക്കുറിച്ചുള്ള സംവാദ വിവാദങ്ങൾ വരുമ്പോൾ സത്യം പറഞ്ഞാൽ ഇതിനകത്ത് കുറേ ക്രിസ്ത്യാനികൾ, അവർക്കിപ്പോൾ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലൊന്നും വരാൻ പറ്റുന്നില്ല. നാണക്കേടാണ് വാസ്തവത്തിൽ. ക്രിസ്ത്യാനികളെ കാണുന്ന സമയത്ത് അവരുടെ കഴുത്തിലെ മാലയും കാര്യങ്ങളെയും കണ്ടാലറിയാം അവർക്ക് ഇവർ കോട്ടയം സഭയാണ്, മിണ്ടില്ല. ഒരു ഓർത്തഡോക്സാ, മിണ്ടില്ല. ഒരു ജാക്കോബൈറ്റ്സാ, മിണ്ടില്ല. ഇനി വല്ല റെയിൽവേ സ്റ്റേഷൻ കണ്ടു കഴിഞ്ഞാൽ അന്യനെ കണ്ടു കഴിഞ്ഞാൽ ഇത് ട്രെയിനിൽ സഞ്ചരിക്കുന്ന സമയത്ത് നോക്കി ചിരിച്ചു, ഒന്ന് ചിരിച്ചു, അവരും ചിരിച്ചു. എവിടെ വീട്? ഞങ്ങളുടെ വീട് കോലഞ്ചേരിയില്ല. അത് ശരി. ഞങ്ങളുടെ സഭക്കാരാണോ? അതേതാ സഭ നിങ്ങളുടെ? ഓർത്തഡോക്സ്. അവിടെ കഴിഞ്ഞു. മൊത്തം പുഞ്ചിരി മാഞ്ഞു എല്ലാം കഴിഞ്ഞു. അവർ യാക്കോബായക്കാരാ. പിന്നെ ഡൽഹി എത്തുന്നവരെ മുഖത്തോട് മുഖം നോക്കില്ല എന്നുള്ളവർ. അത്രയും വലിയ തീവ്ര വൈരാഗ്യമാണ് ഇവർ തമ്മിലുള്ളത്. എങ്ങും നിറഞ്ഞു നിൽക്കുന്ന പ്രപഞ്ചത്തിൻ്റെ നാഥനായിരിക്കുന്ന യഹോവ, അതിനുള്ള ആരാധന നമ്മൾ മേലോട്ട് നോക്കിയിട്ടാണെങ്കിൽ എന്താ, താഴോട്ട് നോക്കിയിട്ടാണെങ്കിൽ എന്താ? തിരികൂർന്ന മതപൂർണം വീശാവാസിമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന ത്യക്തേന ഭുഞ്ജീതാഹ മാകൃതക്കസ്യ സ്വിദ്ധനം. ഈശാവാസ്യത്തിൻ്റെ ഉപനിഷത്താണ്. വേറെവർ യു ഗോ യു ക്യാൻ സീ. നല്ല മനസ്സാണെങ്കിൽ അവിടെ നമുക്ക് ഈശ്വരനെ കാണാം. ഒരു ഈശ്വരൈസേഷൻ പ്രോഗ്രാം നടപ്പാക്കുക. അപ്പോൾ ഈശ്വരൻ ഇരിക്കുന്നത് തെക്കാണോ വടക്കാണോ വെടക്കാണോ? പ്രപഞ്ചത്തിൻ്റെ നാഥനാണെന്നാണ് കോൺസെപ്റ്റ് എങ്കിൽ എവിടെ തിരിഞ്ഞിരുന്ന് എങ്ങനെ പ്രാർത്ഥിച്ചാൽ എന്താ കുഴപ്പം? പക്ഷേ ദൈവമുണ്ട്. ക്രിസ്ത്യൻ സഭയിലുള്ള ആളുകളൊക്കെ റോമൻ ചക്രവർത്തിമാരാകാനാണ് ശ്രമിക്കുന്നത്.
അവരുടെ വേഷഭൂഷാദികളും അവരുടെ അലങ്കാരങ്ങളും യേശുക്രിസ്തു എന്നിവിടെ വന്നു കഴിഞ്ഞാൽ AK-47 തോക്ക് വാങ്ങിച്ചിട്ട് ഇങ്ങനെ പൊട്ടിക്കും അവന്മാർ. അത്രയും വൃത്തികെട്ടവന്മാരായിട്ടാണ് നടക്കുന്നത്. ഭയാനകമായ രീതിയിൽ ഈ പോപ്പച്ചനൊക്കെ നടക്കുന്നത് വെടിപൊട്ടാത്ത വണ്ടിയിലിരുന്നിട്ടാ. അയാളാരാ വെടിവെച്ച് കൊല്ലാൻ പോണത്? അയാൾക്കറിയാം, കിട്ടിയ വെടിവെച്ച് കൊല്ലും. വരാൻ പോകുന്ന ഇനി പോപ്പുമാരെ വരാം, അവരെന്നെ വെടിവെച്ച് കൊല്ലും. ഇങ്ങനെ ആർഭാടത്തിൽ മുങ്ങിക്കഴിയുകയാണ് അരമനകൾ. അരമന എന്നുള്ള പേരേ തെറ്റാണ്. കൂടെ എന്നുള്ള പേര് വെച്ചൂടെ ഇവർക്ക്? അരമന എന്ന് പറഞ്ഞ പേര് തന്നെ തെറ്റാണ്. എപ്പോൾ നോക്കിയാലും അരമനയുടെ മുമ്പിൽ പോയി നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ ഒരു 2 റോൾസ് റോയ്സ് കാറും ഒരു 5 BMW കാറും പിന്നെ മെർസഡസ് കാറും. ബാക്കിയുള്ള കാരണം അവിടെ ഉണ്ടാവും, അകത്ത് കയറ്റില്ല. എന്താ അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പൈസ കളി അവിടെ അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ കുർബാനയും അല്ലാത്ത ആനയും ഇതൊക്കെയും അതിൻ്റെ പേരിലുള്ള ഈ ഇത്തരം കളികൾ അതൊക്കെ ഒരു തരം ശൂന്യത സൃഷ്ടിക്കുകയാണ് അവരുടെ സമൂഹത്തിൽ. ആവശ്യമില്ലാതെ ഇടയ്ക്ക് വെച്ച് അങ്ങോട്ട് തിരിയിടാ. ശരിക്കും പറഞ്ഞാൽ കന്നാലികളെ നമ്മൾ ഇങ്ങനെ എന്താ അതെങ്ങനെയാണല്ലേ ശബ്ദം എനിക്കറിയില്ല. പണ്ട് കാളവണ്ടിക്കാർ കണ്ടല്ലോ ഇങ്ങനെ ആളെ അടിച്ചൊന്നും കാണിക്കില്ലേ ആ ഒരു ശബ്ദം. നിങ്ങൾക്ക് വേണമെങ്കിൽ അതെടുക്കുക, എനിക്കറിയില്ല. ഇവരെ കന്നാലികളെ മേക്കുകയല്ല ചെയ്യുന്നത്. ഇത്രയും കാലം ജനാഭിമുഖ കുർബാന നടത്തിയിട്ട് ഇപ്പോൾ പറയുന്നത് തെറ്റാണ്. ഇപ്പോൾ പറഞ്ഞ ചന്തി കാണിച്ചിട്ടുള്ള കുർബാന മതിയെന്ന്. അപ്പോൾ ഇതുവരെ ചെയ്തത് മുഴുവൻ പ്രാഞ്ചേട്ടൻ പറഞ്ഞല്ലേ, എൻ്റെ കർത്താവേ, അപ്പം ഞാൻ പറഞ്ഞതൊന്നും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾ ഇംഗ്ലീഷ് മലയാളം അപ്പോൾ പറഞ്ഞ് പ്രാഞ്ചിയെ എനിക്ക് മലയാളം അറിയാടാ എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഇതുവരെ ചെയ്ത കുർബാന മുഴുവൻ കുറുമ്പാനയായിട്ട് മാറിയില്ലേ വാസ്തവത്തിൽ? ഇപ്പോൾ പറയണു ജനാഭിമുഖമല്ല വേണ്ടത്, ജനങ്ങൾക്ക് ചന്തി കാണിച്ചിട്ടുള്ള കുർബാന നടത്തിയാലാണ് കർത്താവായിട്ടുള്ള ഈശോമിശിഹായ്ക്ക് സുഖമാവുള്ളൂ എന്ന് പറയുമ്പോൾ അപ്പോൾ ഇതുവരെ നടത്തിയത് മുഴുവൻ എന്തായി? വെള്ളത്തിലായി പോയില്ലേ? ഇവരെവിടെയെങ്കിലും ഏകീകൃത വ്യവസ്ഥ കൊണ്ടുവരവർക്ക് പറ്റില്ല. കാരണം കിഴക്കോട്ട് തിരിഞ്ഞിട്ടാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് റോമൻ കാത്തലിക്സ് എന്നും പറയാട്ടോ. അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ മറ്റൊരു പറയും പോടമില്ലേ ഞങ്ങൾ പടിഞ്ഞാട്ട് തിരിഞ്ഞാൽ പ്രാർത്ഥിക്കാൻ പോണേന്ന്. ഇതൊക്കെയാണ് അവിടുത്തെ സ്ഥിതി. ഏതായാലും നാണക്കേടേ നിൻ്റെ പേരാണോ കേരളത്തിലെ ക്രിസ്ത്യൻ സഭ എന്ന് ചോദിക്കേണ്ടി വരും. ഏതായാലും നമുക്ക് സന്തോഷിക്കാം. നമ്മൾ ഈ പഴത്തൊലി ചവിട്ടി വീഴുമ്പോൾ ചില ആൾക്കാർ പെട്ടെന്ന് അറിയാണ്ട് ചിരിച്ചു പോകും. ചിലപ്പോൾ നമ്മുടെ അമ്മയായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ അച്ഛനായിരിക്കും. ചിലപ്പോൾ പഴത്തൊലി ചവിട്ടി വീഴുമ്പോൾ നമ്മളൊന്ന് ചിരിച്ചു പോകുന്നു. അപ്പോൾ ഇവിടെ തമിഴ്നാട്ടിലൊക്കെയാണ് ചിരിച്ചു കഴിഞ്ഞിങ്ങനെ തടിക്കും. ഈശ്വര ദൈവമേ, ഒരാൾക്കൊരു അബദ്ധം പറ്റുമ്പോൾ ചിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അബദ്ധം പറ്റുന്ന ആളാണ് അതിൻ്റെ വെപ്പ്. ഏതായാലും എന്നെ സംബന്ധിച്ചിടത്തോളം സത്യം പറയണം, ക്രിസ്ത്യൻ സഭകൾ തമ്മിൽ അടി കൂടണ കാണുമ്പോൾ ഇത്രയും സന്തോഷം വേറെ ഒന്നുമില്ല. ഇനിയിപ്പോൾ അടി മൂക്കാൻ പോവുകയാണ്. കർത്താവായിട്ടുള്ള യേശുമിശിഹ തമ്പുരാനെ അടി മൂക്കട്ടെ, നന്നായിട്ടങ്ങോട്ട് മൂക്കട്ടെ, സന്തോഷമേ ഉള്ളൂ. അതുപോലെ അവരിവിടെ കളിച്ചിട്ടുണ്ട്, ചതി വഞ്ചന അതുപോലെ കളിച്ചിട്ടുണ്ട്. ആ ചതിയും വഞ്ചനയും ഇപ്പോൾ അവരുടെ മേലെ തന്നെ എടുത്ത് പ്രയോഗിക്കുകയാണ്, തകർന്ന് തരിപ്പണായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിങ്ങനെ നമ്മുടെ ഒരു ചാനൽ എടുത്തിരിക്കുന്ന പോലെ ചിരിക്കാം, കൃത്രിമച്ചിരി. വെറും സന്നത്താൻ ചിരി വന്നില്ല, ഇങ്ങനത്തെ കൃത്രിമച്ചിരി നമുക്ക് ചിരിക്കാമെന്നർത്ഥം. ഞാൻ ഉള്ളുകൊണ്ട് ചിരിക്കുകയാണ്. ക്രിസ്ത്യൻ സഭ തകർന്ന് തമ്പോറടിക്കട്ടെ, കല്ലുമ്മ കല്ല് അവശേഷിക്കാത്ത രീതിയിൽ തകരട്ടെ. നമസ്കാരം.